വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകത ഇല്ലെന്ന് കോടതി പറയുന്നു. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നതെന്നും കോടതി വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ദീപക് ദർപ്പണം കൂടി കോഴിക്കോട് നമ്മൾ ചെയ്യുന്നു. ഡിഡി, ഇനി എന്താണ് കോൺഗ്രസിന് മുന്നിൽ? മറ്റൊരു മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം, നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ? 2020 വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണെന്നല്ലേ ഇപ്പോൾ തെളിയുന്നത്? അതുതന്നെയാണ് സുഹേലി, വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റൊരു മേയർ സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് കടക്കേണ്ടതുണ്ട്. അല്പം മുമ്പ് പ്രവീൺകുമാർ 2:45 വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച സമയത്ത് ഈ വിധി പഠിച്ചതിന് ശേഷം തുടർ നടപടി എന്നുള്ളതാണ് പ്രവീൺകുമാർ DCC പ്രസിഡന്റ് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പ്ലാൻ ബി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ N സുബ്രഹ്മണ്യൻ കോൺഗ്രസ് നേതാവ് നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത് തിരിച്ചടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി പ്ലാൻ ബി? ഒരു ഉന്നതനായ സ്ഥാനാർത്ഥി UDF വേണ്ടി മത്സരിക്കും. ഇതിൽ ഇങ്ങനെ ഒരു അശ്രദ്ധയായിരുന്നു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു തിരിച്ചടി വരാൻ കാരണമായത്? അല്ല, അത് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തോട് അവിടെയുള്ള വാർഡ് മുൻ കൗൺസിലറോട് പരിശോധിച്ചപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് വോട്ടുണ്ടെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ പഴയ വാർഡ് കൗൺസിലറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. ഇനിയിപ്പം കല്ലായിലേക്ക് ആരായിരിക്കും സ്ഥാനാർത്ഥി? പുതുമുഖമായിരിക്കുമോ അതോ അല്ലെങ്കിൽ അവിടെ തന്നെ ഉള്ള ആരെങ്കിലും ആയിരിക്കുമോ? ഏതെങ്കിലും ഒരു പുതുമുഖം ഉണ്ടാവും. വെയിറ്റ് ആൻഡ് സീ. ഒരു പുതുമുഖം സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ളതാണ് N സുബ്രഹ്മണ്യൻ കോൺഗ്രസിൻ്റെ ജില്ലയിലെ മുതിർന്ന നേതാവ് പറഞ്ഞത്. DCC പ്രസിഡന്റ് പ്രവീൺകുമാറിൻ്റെ വാർത്താ സമ്മേളനം 2:45 ഏതായാലും കോൺഗ്രസിന് ഒരു വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടിയതായിരുന്നു VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം. നേരത്തെ തന്നെ പ്രവീൺകുമാർ പറഞ്ഞത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നുള്ളതായിരുന്നു. അത് സംഭവിച്ചു. പക്ഷേ എന്നാൽ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അത് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇനി ആ തിരിച്ചടിയിൽ നിന്നും എങ്ങനെയായിരിക്കും അതിനെ ഇനി നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയമായ ഏറ്റവും നിർണായകമായ കാര്യം. അതിൽ പ്ലാൻ ബി എന്താകും എന്നുള്ളതാണ് ഇനിയിപ്പോൾ DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയേണ്ടത്. പക്ഷേ അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് വിധി പഠിക്കും, അതിനുശേഷമായിരിക്കും തുടർ നടപടി. മറ്റൊന്ന് പ്ലാൻ ബി തയ്യാറാണ് എന്നുള്ളതാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.